ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ചെയ്യാനൊക്കെ എന്നൊരു മൂഡൊക്കെ വന്നത്. അങ്ങനെ ചെയ്തതാണിത്. പിന്നെ നമ്മളെ ചാനൽ കാണുന്ന 95% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഓവർ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്കാരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണ മുന്നേ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ DIY ജേണൽ സപ്ലൈസ് എന്നുള്ള ഈ തമ്മിലുണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ സാധനവും ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന കവായ് സ്റ്റിക്കേഴ്സാണ്. എനിക്കിതുപോലുള്ള റെഫറൻസ് ബുക്കൊക്കെ കൂടുതലും പിൻട്രസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിനെ പറ്റി അറിയാത്തവർ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് വരച്ചിട്ട് ഇതുപോലെ കളർ ചെയ്യുക. എന്നിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് നമ്മളെ പേപ്പർ ഗമ്മില്ലേ അതിലങ്ങോട്ടിച്ച് ഇതുപോലെ ക്യൂട്ടാക്കി എടുത്താൽ ഒരു സ്റ്റിക്കർ ഷീറ്റായി. നെക്സ്റ്റാണ് പാറ്റേൺ പേപ്പർ. അതിനെപ്പറ്റിയും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളെ മൈൻഡിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പാറ്റേൺ രൂപത്തിൽ ഇതിലേ വരച്ച് വെച്ചാൽ അതും പാറ്റേൺ പേപ്പറാണ്. അതും നമുക്ക് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ ട്രൈ ചെയ്തൊക്കെയായിരുന്നു എൻ്റെ പണി. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിലാണ് ഓരോ സാധനവും ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷി ടേപ്പിലോട്ട് പോകും. ഞാൻ കുറച്ച് അധികം നേരം പണിപ്പെട്ടത് ഈ വാഷി ടേപ്പിൻ്റെ മുകളിലായിരുന്നു. കാരണമാണെങ്കിൽ ഇതിൽ കുറേ കളർ അടിക്കാനും പിന്നെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. മെയിനായിട്ട് എൻ്റെ എല്ലാത്തിൻ്റെ ഫസ്റ്റിൽ നിൽക്കുന്നത് ഗ്രിഡ് ലൈൻസാണ്. എൻ്റെ ഇതേലൊരു ഗ്രിഡ് ലൈൻസ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അതിനെ വെറുതെ ഇടാൻ തീരുമാനിച്ചില്ലായിരുന്നു. അതുകൊണ്ട് വാഷി ടേപ്പിലും ഞാൻ ഗ്രിഡ് ലൈൻസ് അങ്ങനെ പരീക്ഷിച്ചു. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ റോളൊക്കെ നമ്മൾ ഈ യെല്ലോ ടേപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ ബാക്കിയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ അതിൽ ചുറ്റി കൊടുത്താൽ മതി. അതില്ല എന്നുള്ളവരാണെങ്കിൽ സാധാരണ നമ്മൾ കാർഡ്ബോർഡൊക്കെ റോൾ ചെയ്തിട്ട് അതും അങ്ങനെ യൂസ് ചെയ്യുക. നെക്സ്റ്റായിട്ട് കോയിൻ സ്റ്റിക്കേഴ്സാണ്. അത് ഭയങ്കര ഈസിയാണ്. വല്ല മൂടിയോ അങ്ങനെ സർക്കിളായിട്ടുള്ള വല്ലതും എടുത്തിട്ട് അത് വരച്ചിട്ട് ചെറിയ സർക്കിളാവാൻ മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് തോന്നുന്ന കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരച്ചേക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് മാത്രം വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ബ്ലൂ ഇങ്ക്, ഗ്രീൻ ഇങ്ക്, റെഡ് ഇങ്ക് അതൊക്കെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. നെക്സ്റ്റാണ് കവായ് സ്റ്റാമ്പ്. കവായ് സ്റ്റാമ്പ് ആണെങ്കിലും കുറേ ടൈപ്പ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടു. പക്ഷെ എനിക്ക് ഏതെടുക്കണം ഏത് വരയ്ക്കണം അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി ഞാൻ അതിൽ കണ്ട് എല്ലാ ഡിസൈൻസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് വെട്ടണതൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. അതായിരുന്നു മെയിനായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച സാധനം. പക്ഷേ ഞാൻ എടുക്കാൻ മറന്ന സാധനം. ഞാൻ അതിൽ ചെയ്ത എല്ലാ സാധനവും ബ്രഷ് പെന്നാണ്. ഈ ബ്രഷ് പെൻ ഇല്ലാത്തവരെന്നാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വാട്ടർ കളർ വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇന്ത്യയിലെ ബ്രഷ് പെൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുണ്ടാക്കിയ സ്റ്റാമ്പ്. ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റാണ് ലേബൽസ്. ഇതും എനിക്ക് ഭയങ്കര കുഴപ്പമില്ലാതൊക്കെ വരയ്ക്കാൻ പറ്റി. ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു പെട്ടി വരയ്ക്കുന്ന സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കും. പക്ഷെ ഇപ്പം ഞാൻ അതിൽ പ്രോയായി. ഇപ്പോൾ കണ്ടോ സ്കെയിൽ ഇല്ലാതെ വരയ്ക്കുന്നു. ഞാൻ എന്തൊക്കെ ചെയ്താലും അവസാനം അത് ടുലിപ്പിൽ കറങ്ങി തിരിഞ്ഞെത്തും. അതുകൊണ്ട് ഇപ്രാവശ്യം ഇതും ടുലിപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വരച്ചിട്ട് എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ട് ലേബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭംഗി വേണമെങ്കിൽ നമുക്ക് വല്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഞാൻ നേരത്തെ സ്റ്റിക്കേഴ്സ് ചെയ്ത പോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ആക്ച്വലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചല്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇത്ര ഇതൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കുറവൊന്നും വേണ്ട വെച്ച് ചെയ്തതാണ്. ഇത് അങ്ങനെ ഞാൻ ഒട്ടുമിക്ക ഉള്ള ജേണൽ സപ്ലൈസ് ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കയ്യിൽ നിന്നിട്ട സാധനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഈ കാണിച്ച ഇതിലുള്ള ഈ ജേണൽ ബുക്കില്ലേ അത് ഞാൻ വാങ്ങിച്ചതാണ്. അതല്ല നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഷോർട്സ് ആയിട്ട് നോട്ട് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഗ്ലൂ ഇല്ലാതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.